ത്രിയേക ദൈവത്തിന്റെ സ്തുതി. ഉണർവ് 2025 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ചാമക്കാട്ട് മറിയാമ്മ ശിമോന്റെ ഭവനത്തിലാണ്. പ്രിയപ്പെട്ട മാതാവിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നതല്ല. ഉണർവ് 2025 സ്വാഗതം. അമ്മ ഏത് വർഷമാണ് ജനിച്ചതെന്നോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇവിടുത്തെ മാസത്തിൽ ഇവിടുത്തെ 4-ാം തീയതി ഉള്ളു. വർഷം ഒരു ഓർമ്മയില്ല. നമുക്ക് മലയാള മാസമാണ് നമുക്ക് ഓർമ്മ. ഇപ്പൊ പള്ളിയിൽ പോയി ഇത് എടുക്കണം. നമുക്ക് മാതാപിതാക്കളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? അപ്പനും അമ്മയുടെ പേര്, അവിടുത്തെ വീട്ടുപേര്? അവിടുത്തെ വീട്ടുപേര് കൊട്ടനാട്. അപ്പന്റെ പേര് മാത്തു, അമ്മയുടെ പേര് അന്നമ്മ. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങള് 8 മക്കള്. 8 മക്കൾ. അതില് 5 പെണ്ണും 3 ആണും. അതില് അമ്മ ഏറ്റവും ഇളയതായിരുന്നു അതോ? അല്ല, ഞാൻ മൂന്നാമത്തെ ആളായിരുന്നു. ബാക്കിയുള്ളവര്? മൂന്നാമത്തെ അല്ല, മൂത്ത കൊച്ചു മരിച്ചു പോയി. അത് കഴിഞ്ഞ് ചേച്ചി ഉണ്ടായി. അത് കഴിഞ്ഞുള്ളതാ ഞാൻ. അപ്പൊ ജീവിച്ചിരുന്നതിൽ രണ്ടാമത്തെ ആളായിരുന്നു. രണ്ടാമത്തെ ആള്. ഓക്കെ. എവിടെയായിരുന്നു വീട്? വീട് പടിഞ്ഞാറ് മോറയ്ക്കാല. ഞാൻ പറഞ്ഞില്ല, പള്ളിയുടെ അടുത്ത്, മോർക്കേല പള്ളിയുടെ ചാപ്പലിനോട് ചേർന്നു. ചാപ്പലിൽ നിന്ന് അങ്ങോട്ട് പടിഞ്ഞാട്ട് പോണല്ലോ. മഞ്ചേരി കുഴി എന്ന് പറഞ്ഞ കേട്ടിട്ടില്ല? പുഴയുടെ ഒക്കെ ആ ഭാഗത്ത് അങ്ങോട്ട് കുറച്ചുകൂടെ പോണം. മഞ്ചേരി പാലത്തിന്റെ ഒക്കെ ആ പ്രദേശം. അങ്ങോട്ട് പോണെങ്കിൽ കുറച്ചുകൂടെ പോകണം. അവിടെയായിരുന്നു വീടുണ്ടായിരുന്നു. നമ്മള് എന്നാ പണ്ട് കാലത്തെ ആ ഒരു വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ? വിദ്യാഭ്യാസം കുറവാട്ടാ. വിദ്യാഭ്യാസം അന്ന് ഞങ്ങള് മൂത്തത് പെൺമക്കളാണ്. പഠിക്കാനൊക്കെ പോയി. ഇപ്പൊ 3-4 കന്നാലിയും കൃഷിയൊക്കെ പാടത്തോട്ടിരുന്നു. അപ്പച്ചന് കൃഷിയായിരുന്നോ? അപ്പച്ചന് കൃഷിയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആയിപ്പോ പഠിത്തത്തിൽ മോശമായി പോയി. അത് കാരണം എനിക്കിപ്പോ ഭയങ്കര വിഷമ. ഒരു ദിവസം അമ്മ ഞാൻ പള്ളിക്കുട്ടി പോണില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു ഉച്ചക്ക് ചോറ് തന്നില്ല. ഒടുക്കം നീ അത് അനുഭവിക്കും എന്ന് പറഞ്ഞു. ഞാനിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കും. അത് ഓരോ മാതാപിതാക്കൾക്കും അതൊരു മക്കള് ഞങ്ങളും ഇങ്ങനെയായി, മക്കളെങ്കിലും ഒന്ന് നല്ല നിലയിൽ ആവണം, പഠിച്ചില്ലെങ്കിലൊക്കെ ഒന്ന് പഠിക്കണം എന്നൊരു ആഗ്രഹത്തിന്റെ പേരിൽ പറഞ്ഞതാണ് അമ്മ. അമ്മക്ക് പഠിത്തമുണ്ടായിരുന്നു. അമ്മ അന്നത്തെ കാലത്ത് 4 ക്ലാസ് പഠിച്ചതാണ്. മക്കളും ആ ഒരു അത്രയെങ്കിലും ഞാൻ മാത്രം പഠിത്തത്തിൽ സാരമില്ല. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ വിധിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു പോന്നു. കല്യാണം ഏത് വർഷമായിരുന്നു? മകരമാസത്തിലായിരുന്നു. വർഷം ഓർക്കണ്ടോ? വർഷം ഓർക്കണില്ല. ഓക്കെ. ജീവിത പങ്കാളിയുടെ പേരൊന്ന് പറയാവോ? ഭർത്താവിന്റെ പേര്? ശീമോൻ എന്നായിരുന്നു. ആൾക്ക് എന്തായിരുന്നു ജോലി? അപ്പച്ചന് കൂലിപ്പണിയായിരുന്നു. പിന്നെ കൃഷിയോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? കൃഷി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പാടം ഉണ്ടായിരുന്നോ അതോ? ഞാൻ പറഞ്ഞില്ല, പിന്നെ അപ്പന്റെ ഞങ്ങളുടെ വലിയ എഴുതിക്കാട് മൊത്തം കെടുക്ക, അത് ചെയ്യാറുണ്ട്. പിന്നെ പറമ്പില് അത്യാവശ്യമുള്ള കപ്പയും അതും ഇതൊക്കെ ആയിട്ട്. കപ്പയൊന്നും നടൂല. കുറെ ജാതി വെച്ചിട്ടുണ്ട്. ജാതിയൊക്കെ അടുത്തുമാണ്. ചുറ്റും പുറം മരങ്ങളൊക്കെ നിൽക്കണ ജാതിക്ക് അങ്ങനെ ഉണ്ടാവണില്ല. ചോലയൊക്കെ വന്ന് അതായത് 3-4 എണ്ണം 2 എണ്ണത്തിലപ്പ ഈ കൊല്ലം അത് മുഴുവൻ ചാടിപ്പോയി. അപ്പൊ അപ്പച്ചന്റെ കൂടെ അന്ന് കൂലിപ്പണിക്ക് പോകുമായിരുന്നോ? അതെങ്ങനെയായിരുന്നു? നിങ്ങൾ രണ്ടുപേരും കൂടിയാണോ കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നത്? പാടത്ത് പണിയാനായാലും ഒരുമിച്ച് തന്നെയായിരുന്നു? പാടത്തെ പണിക്കൊക്കെ പോകുള്ളൂ, അല്ലാത്ത പണിക്കൊന്നും കൃഷിപ്പണിക്കൊക്കെ പോകും. അമ്മയുടെ മക്കളുടെ കാര്യം ഒന്ന് പറയാവോ? വിശേഷം ഒന്ന് പറയാവോ? മക്കൾ എത്ര മക്കളായിരുന്നു? 4 മക്കളാണ്. അതില് മൂത്ത ആളെയാണ് തെങ്ങോട്ട് കെട്ടിച്ചത്. പെങ്കൊച്ചായിരുന്നു. തെങ്ങോട് കെട്ടിച്ചിരിക്കുന്നു. രണ്ടാമത്തെ അല്ലപ്പുറയില്. പിന്നെ മൂന്നാമത്തെ മണിയിലാണ്. പിന്നെ അപ്പൊ 4 മക്കളാണോ ഉള്ളത്? 4 മക്കൾ. 3 പെൺപിള്ളേര്, പിന്നെ ഇളയാള് മോനാണ്. ഇളയതല്ല, മോൻ. ചേട്ടന്റെ പേരെന്നാ? മോന്റെ പേര് അജി. ആളുടെ കൂടെയാണ് ഇപ്പൊ താമസം. അത് സന്തോഷമായിട്ട് പോകുന്നു. വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇവൻ ഗ്രഹിച്ച് കുഴപ്പമില്ലാതെ പോകുന്നു. വാർദ്ധക്യത്തിൻ്റെതായ ഇത്തിരി
രോഗങ്ങളും വേദനകളൊക്കെ ഉണ്ട് അല്ലെ? ചേട്ടൻ കിടപ്പായ പിന്നെ ഞാൻ ഒരു സ്ഥലത്തും തോപ്പി പള്ളിയിൽ വരെ നടന്നു വരും. വണ്ടിയിലൊന്നും എനിക്ക് കയറാൻ പറ്റില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒന്നുപോലെ ഇവൻ കൊണ്ടുവന്നാക്കും, അല്ലെങ്കിൽ പെണ്ണുങ്ങള് ആരെങ്കിലും വന്ന് കൊണ്ടുപോകണം. നമ്മുടെ തോപ്പിപ്പള്ളിനെ കുറിച്ചുള്ള പഴയകാല ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമോ? പള്ളിയെ കുറിച്ച്, പള്ളിയിൽ നമ്മുടെ ഒരു പള്ളി പോകുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ രസകരമായിട്ടുള്ള ഓർമ്മകൾ എല്ലാം ഉണ്ടോ? പള്ളിയില് എല്ലാ കാര്യത്തിനും രാത്രി അങ്ങ് കൂട്ടുകാർ കൂടി പോവാറുണ്ട്. രാത്രിയിലുള്ള കാര്യങ്ങൾക്ക് അല്ലാത്ത കാര്യത്തിന് തന്നെ പോകും. അപ്പച്ചനെയും കൂട്ടി രണ്ടുപേരും കൂടെ ഒക്കെ ആയിട്ട് പോകാറുണ്ട്, തനിയും പോകാറുണ്ട് അല്ലെ? പഴയ പള്ളി എന്ന് പറയുമ്പോ ആദ്യം ഉണ്ടായിരുന്ന പള്ളിയായിരുന്നോ അതോ അതിന് ശേഷമുള്ള പള്ളിയാണോ? അതിന് ശേഷമുള്ള പുതിയ പള്ളി ഇപ്പൊ പണിത. പിന്നെ മറ്റേ പള്ളിയില് വന്നപ്പോ എനിക്ക് ആദ്യം ഇല്ല, സമയം ഇല്ലായിരുന്നല്ല. കല്യാണം കഴിച്ച സമയത്ത് പള്ളി പൊളിച്ചിട്ടേക്കുമായിരുന്നു. പള്ളി പൊളിച്ച് പണിതുകൊണ്ടിരിക്കുക. പണി പൂർത്തിയായില്ല, ഇതേ കൊല്ലം പള്ളി. ഇത്ര വർഷങ്ങളിലുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഇടയില് ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ ഓർത്തെടുക്കുന്ന സന്തോഷ നിമിഷങ്ങളുണ്ടാവും. ഇപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തേട്ടി വരിക എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞോണം ഇങ്ങനെ വരുന്ന സന്തോഷങ്ങള്. ചേട്ടൻ പോയി കഴിഞ്ഞപ്പോ സന്തോഷത്തിലൊക്കെ കുറവാണ്. മറ്റത് എപ്പോഴും ഒച്ച എടുക്കും ഇതൊക്കെ ചെയ്യുമെങ്കിലും ഇച്ചിരി നേരം കണ്ടില്ലെങ്കിൽ വിളിക്കും കഴിയും. അത് തന്നെ കിടന്ന് ഒരു വിഷമമുണ്ട്, മനസ്സിന്റെ ഒരു വിഷമമുണ്ട്. അപ്പച്ചൻ മരിച്ചിട്ട് എത്ര നാളായി? അപ്പച്ചൻ മരിച്ചിട്ട് 4 കൊല്ലം കഴിഞ്ഞു. 4 കൊല്ലം ഒരാളും ഉണ്ടായിരുന്നപ്പോ നമുക്ക് അവിടെ കിടന്ന് ഞാൻ പിടിച്ചു എനിക്കൊക്കെ പോവായിരുന്നു. പിടിച്ചും മഴിച്ചൊക്കെ മുടിയായിരുന്നു. അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഉള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ട് രസകരമായിട്ട് ഇപ്പൊ പങ്കുവെക്കാനായിട്ട്? കല്യാണം കഴിഞ്ഞപ്പോ വലിയ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ ടൂറൊക്കെ പോയായിരുന്നു? ഇങ്ങനെ ഇന്നത്തെ കാലത്ത് ഹണിമൂൺ നേരമൊക്കെ എവിടെയെങ്കിലൊക്കെ അങ്ങനെയൊക്കെ പോവാ, ചുറ്റിക്കറങ്ങി പോവായിരുന്നു. എറണാകുളമൊക്കെ പള്ളികളിലൊക്കെ. അല്ലാത്ത ടൂറൊന്നും പോകും ഇല്ല. ഇന്നത്തെ തലമുറയോട്, ഇന്നത്തെ യുവാക്കളോട് എന്തെങ്കിലും സംസാരിക്കുക, എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാനുണ്ടോ? നമ്മൾ നേരിട്ട് പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. ഇന്ന് അവർക്ക് മുഖം ചുളിക്കും. ഉപദേശമല്ലേ, സാധാരണ രീതിയിൽ ഉപദേശം പറയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ഭൂരിപക്ഷത്തിനും ഇഷ്ടപ്പെടില്ല. നമുക്ക് ഇതിലൂടെ ഒരു അവസരമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഇത്ര പ്രായമുള്ള ഒരാള് എന്നുള്ള നിലയിൽ, ഇത്ര ജീവിതാനുഭവങ്ങളുള്ള ഒരാള് എന്ന നിലയിൽ നമുക്ക് എന്താ ഒരു ഉപദേശം കൊടുക്കാനുള്ളത്? എനിക്കറിയാൻ പാടില്ല. എന്നാൽ എന്തെങ്കിലും ഒന്ന് മനസ്സിൽ തോന്നണം. എന്തെങ്കിലുമൊക്കെ കാര്യം കാണുമ്പോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യണ്ട, അങ്ങനെ പറയാറാണ് പതിവുള്ളത്. അല്ലാതെ ഒരു ഉപദേശമായിട്ട് കൊടുക്കാനായിട്ട് നമുക്കില്ല. തെറ്റ് കണ്ടാൽ ശരിയേട് കണ്ടാൽ അത് ശരിയല്ല എന്ന് പറഞ്ഞു. ചെയ്യണമേ, പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ, നിന്റെ വചനവും നിന്നവയും നേക്കണമേ, എന്നോട് ഞാനേ ചെയ്യാനേ ആയി. ഓക്കെ, സന്തോഷം, കുഴപ്പമില്ല. അപ്പൊ ഒത്തിരി സന്തോഷം. ഇത്ര നേരം ഞങ്ങളോട് കൂടെ ഇരുന്നു, ഈ സമയം വരെ ഞങ്ങളോട് കൂടെ ഇരുന്ന് സംസാരിച്ചു. എല്ലാത്തിനും സന്തോഷം. പഴയ കാര്യങ്ങള് എല്ലാം ഈ ഇത്ര നേരത്തിനുള്ളിൽ ഞങ്ങളുടെ അടുത്തൊക്കെ സംബന്ധിച്ചു. എല്ലാത്തിനും സന്തോഷമുണ്ട്. അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ, ആയുസ്സും ആരോഗ്യം നൽകി ദൈവം പോറ്റിപ്പുലർത്തട്ടെ. സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ജീവിതത്തിൽ ഉള്ളതാണ്. ആ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ട്. ഇപ്പം നമ്മള് പുറമെ ചിരിച്ചു കാണിക്കുന്നവർക്ക് സങ്കടങ്ങളില്ലെന്നല്ല, എല്ലാം ഉണ്ട്. എല്ലാവർക്കും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ഉള്ളതാണ്. അപ്പൊ അതിലൊക്കെ തമ്പുരാൻ കൂടെ ഇരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോ പ്രാർത്ഥനകൾ കൂടെ ഉണ്ട്, കുർബാനയിൽ ഓർത്തോളാം കേട്ടോ. സന്തോഷം, ഞാൻ പ്രാർത്ഥിച്ചോളാം. ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ വേറൊരു വ്യക്തിയുമായിട്ട് നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.